പടം ആവറേജ് ആണ് സർ. ആവറേജ് പറയാനുള്ളതേ ഉള്ളൂ തൽക്കാലം. പക്ഷേ വെട്രിമാരൻ്റെ സിനിമ അപേക്ഷിച്ചതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ല. ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റാണ് ഇവർ എ സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിരിക്കുന്നത്. ആ പടത്തിൽ അങ്ങനെ എ ഒന്നുമില്ല. രണ്ടും ഒരു ഒഴുക്കാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് രണ്ടും കൊള്ളാം. നോക്കുക കണ്ടു. Okay, movie average. First part come second part average. Just say with the acting okay. Movie average. മഞ്ജു വാര്യർ ഓക്കെ. പടം ആവറേജ് ആണ് സർ. പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു. വെട്രിമാറൻ്റെ സൂപ്പറായിരുന്നു പടം. ഫസ്റ്റിനെ കാട്ടി ഇത് ബെറ്റർ തന്നെയാണ്, നല്ലോണം എടുത്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും ഒന്ന് വന്നു പോയത് കണക്കല്ല, എല്ലാത്തിനും നല്ല ഡെപ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റ്. ഫൈറ്റൊക്കെ കൂടുതലായിരുന്നു, ആക്ഷനൊക്കെ കിടില ആക്ഷനായിരുന്നു. സൂര്യയല്ലേ വിജയ് സേതുപതിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പക്ഷേ സൂര്യയുടെ ക്യാരക്ടർ മൊത്തം പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഓടുന്ന പോലെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സൂര്യയുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ്. അതിനകത്ത് പുള്ളിയുടെ നാറേഷൻ ആയാലും ബാക്കിയൊക്കെ കൊള്ളാം. വിജയ് സേതുപതിയുടെ അവസാനത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിന് മുന്നേ ഉള്ള സീനൊക്കെ കിട്ടില്ലാണ്. പിന്നെ ചെറിയ ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും, അല്ല വലിയ കുഴപ്പമില്ല. പടം കിടിലാണ് കേട്ടോ, കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഒരു ആവറേജ് പറയാനുള്ളതേ ഉള്ളൂ തൽക്കാലം. പക്ഷേ വെട്രിമാരൻ്റെ സിനിമ അപേക്ഷിച്ചതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ല. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ആദ്യത്തെ പാട്ടാണ് നല്ലത്. സെക്കൻഡ് പാട്ടൊന്നും അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. സൂര്യയുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ പകുതി മുക്കാൽ ഓടുന്നത്. അപ്പം പിന്നെ സൂര്യയുടെ പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. സൂര്യയുടെ പകുതി മുക്കാലും സൂര്യയുടെ നടേഷനും അവസാനത്തെ റോളൊക്കെ സൂര്യയുടെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഒരു ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്. അത് മറ്റേ ഒരു 2-3 പിള്ളേരൊക്കെ ഉണ്ട്, അവരെ കിട്ടില്ലാണ് അതിന്. നല്ല പടം കേട്ടോ, കാണാം. സോഷ്യൽ മെസ്സേജ് ഉണ്ട്, വെറും പാട്ടും കൂത്തും ഒന്നും അല്ലാതെ സൊസൈറ്റിക്ക് പറ്റിയ ഒരു മെസ്സേജ് ഉണ്ട്. വയലൻസ് ഒന്നുമില്ല. അത് വെറുതെ ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വയലൻസാക്കി മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ്. ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റാണ് ഇവർ എ സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിരിക്കുന്നത്. ആ പടത്തിൽ അങ്ങനെ എ ഒന്നുമില്ല. വളരെ നല്ല രീതിക്ക് ഒരു സ്റ്റോറിയാണ്, സൊസൈറ്റിക്ക് വാല്യുബിളായ സ്റ്റോറിയാണ്, യുവാക്കൾക്ക് കാണാം. ചെറിയ ലാഗുണ്ട്, കോൺവെർസേഷൻസൊക്കെ വരുമ്പോൾ ചെറിയ ലാഗുണ്ട്. 3 മണിക്കൂറല്ലേ. പക്ഷേ കൊള്ളാം. വെട്രിമാൻ്റെ മേക്കിങ് നൈസാണ്, കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് വെച്ചാൽ ഓക്കെയാണ്. വെട്രിമാൻ്റെ സ്റ്റൈൽ അത് തന്നെ. വെട്രിമാൻ പടം ഇഷ്ടപ്പെടുന്നത് ഇത് ഇഷ്ടപ്പെടും, നോ ഡൗട്ടാണ്. ബിസ് അടിപൊളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, സീൻസൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് നൈസാണ്, കൊള്ളാം ബ്രോ. ഫസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് 2 ഇഷ്ടപ്പെടും. മേക്കിംഗ് ഒക്കെ കൊള്ളാം. നല്ല പടം ബ്രോ. ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് 2 ഇഷ്ടപ്പെടും. കൊള്ളാം. 5 പേര് നന്നായിട്ട് അഭിനയിച്ചിട്ടാണ്. എന്നുവെച്ചാൽ കാണാൻ അത്യാവശ്യം കൊള്ളാം. സിനിമ വർക്കായിട്ടുണ്ട്. രണ്ടും ഒരു ഒഴുക്കാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് രണ്ടും കൊള്ളാം. നോക്കുക കണ്ടു. അടിപൊളി, കുഴപ്പമില്ല, കാണാം. നല്ല സിനിമയാണ്. വയലൻസ് ഉണ്ട്, ആവശ്യത്തിന്. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. എടുത്തു പറയാനായിട്ട് അങ്ങനെയല്ല, ഓക്കെയാണ്.